മാലയിലെ പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കി. വേടനായുള്ള വനംവകുപ്പിന്റെ കസ്റ്റഡി അപേക്ഷ ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. പുലിപ്പല്ലാണോ എന്ന് അറിയില്ലെന്ന് കോടതിയിൽ വേടൻ. പരിപാടിക്കിടെ ആരാധകൻ നൽകിയ സമ്മാനമെന്നും വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ. ഒന്നുമില്ല. ഇങ്ങനൊരു കുറ്റകൃത്യം കണ്ടെത്തിയാൽ വനംവകുപ്പ് സ്വീകരിക്കേണ്ട ഏറ്റവും ലളിതമായ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടെയുള്ളത് ചുമത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പം പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ എന്നെ അത് സംബന്ധിച്ച് ധരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ നിയമ നടപടികളിൽ പോകും. കോടതിയാണ് അതിൻ്റെ അകത്ത് വരിക. അത് 7 കൊല്ലം വരെ വേണമെങ്കിൽ തടവ് ശിക്ഷ വിധിക്കാവുന്ന വകുപ്പുകളാണുള്ളത്. അതിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല. വനമന്ത്രി എ കെ ശശീന്ദ്രനാണ് ഈ പുലിപ്പല്ല് വിഷയത്തിൽ പ്രതികരിച്ചത്. രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, കഴിഞ്ഞ ദിവസം ഈ പുലിപ്പല്ല് തായ്ലൻഡിൽ നിന്ന് വാങ്ങിയതാണ് എന്നൊരു പ്രതികരണമാണ് നമുക്കറിയാൻ സാധിച്ചത് വേടനിൽ നിന്നും. ഇന്നിപ്പോൾ പറയുന്നു ഒരു ആരാധകൻ സമ്മാനിച്ചതാണ് എന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ വാസ്തവം? എന്താണ് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്? വേണ്ടിയിട്ട് വനംവകുപ്പ് നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷമായിരിക്കും പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുക. നിലവിൽ വേടന്റെ അഭിഭാഷകൻ ജാമ്യ ഹർജി നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ്, ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ സമയത്താണ് വേടന്റെ അഭിഭാഷകൻ ചില വാദങ്ങൾ ഉന്നയിച്ചത്. അതായത് യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് അറിയില്ലായിരുന്നു, ഒരു ആരാധകൻ പരിപാടിക്കിടെ തനിക്ക് സമ്മാനിച്ചതാണ്. അതുമാത്രമല്ല, വനംവകുപ്പിന്റെ കയ്യിൽ ഈ പറയുന്ന പുലിപ്പല്ല് യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിക്കാൻ തക്ക ശാസ്ത്രീയ പരിശോധനാ ഫലമൊന്നും ഇല്ല, അതിന്റെ റിപ്പോർട്ടൊന്നും കൈവശമില്ല എന്നുള്ളതാണ് വാദം എന്നുള്ള രീതിയിൽ വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം കസ്റ്റഡി അപേക്ഷ, വനംവകുപ്പിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ കസ്റ്റഡിയിൽ 2 ദിവസത്തേക്കെങ്കിലും ലഭ്യമാക്കണം എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ആവശ്യം. അതായത് ഈ ജ്വല്ലറിയിൽ ഈ പുലിപ്പല്ല് അത് മോഡിഫൈ ചെയ്ത് അതിൽ മാറ്റം വരുത്തിയ ജ്വല്ലറിയിൽ അടക്കം പരിശോധന നടത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഫ്ളാറ്റിലടക്കം ഒരു വിശദമായിട്ടുള്ള ഒരു പരിശോധന അനിവാര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നുള്ള ഒരു ആവശ്യം വനംവകുപ്പ് ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കസ്റ്റഡി അപേക്ഷ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30-ക്ക് പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയായിരിക്കും വേടന്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുക. അത് ഇന്ന് പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. പക്ഷേ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ഉന്നയിച്ചിരിക്കുന്നത് തനിക്ക് ഈ പുലിപ്പല്ലാണോ എന്ന് അറിയില്ലായിരുന്നു എന്നുള്ളൊരു വാദഗതി തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും ഈ ജാമ്യാപേക്ഷയിലും വാദം എന്നുള്ള രീതിയിൽ വേടൻ ഉന്നയിക്കുകയും ചെയ്യും. എന്തായാലും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് പെരുമ്പാവൂർ കോടതിയിലേക്ക് കൊണ്ടുവന്നത്. കോടനാട് ഇന്നലെ രാത്രി മുതൽ ചോദ്യം ചെയ്യൽ നടന്നത് കസ്റ്റഡിയിലായിരുന്നു. വനംവകുപ്പിന്റെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ വേടൻ നൽകിയിട്ടുള്ള മൊഴി, അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുന്നത് ആരാധകൻ നൽകിയ ഒരു സമ്മാനമാണ് ഈ പുലിപ്പല്ല് എന്നുള്ളതാണ്. അത് ലോക്കറ്റായിട്ട് ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണ്. മലേഷ്യൻ പ്രവാസിയായിട്ടുള്ള രഞ്ജിത്ത് കുമ്പിടിയാണ് ഈ ഒരു സമ്മാനം നൽകിയത്. ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും വനംവകുപ്പ് കടക്കുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തായ്ലൻഡിൽ നിന്നും വാങ്ങിയതാണ് എന്നുള്ളൊരു മൊഴിയായിരുന്നു ഇന്നലെ നൽകിയിരുന്നത്. പക്ഷെ അതൊന്നും തന്നെ വിശ്വാസത്തിൽ വനംവകുപ്പ് എടുത്തിരുന്നില്ല. വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലാണ് ആരാധകൻ നൽകിയ സമ്മാനമാണെന്നുള്ള മൊഴിയിലേക്ക് എത്തിയത്. എന്തായാലും ഈ കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചതിന്റെ തൊട്ട് പിന്നാലെ തന്നെയായിരുന്നു വനംവകുപ്പ് കേസെടുത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നത്. ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് കോടതി എന്ത് തീരുമാനിക്കുന്നതിന് അനുസൃതമായിട്ടായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും ജാമ്യാപേക്ഷ വേടന്റെ അഭിഭാഷകൻ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അനിൽ നമ്പ്യാർ. മാലയിലെ പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കി. വേടനായുള്ള വനംവകുപ്പിന്റെ കസ്റ്റഡി അപേക്ഷ ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. പുലിപ്പല്ലാണോ എന്ന് അറിയില്ലെന്ന് കോടതിയിൽ വേടൻ. പരിപാടിക്കിടെ ആരാധകൻ നൽകിയ സമ്മാനമെന്നും വേടന്റെ അഭിഭാഷകൻ കോടതിയെ ബോധ്യപ്പെടുത്തി.